അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്ന 3 വ്യക്തിത്വങ്ങളുടെ കാര്യമാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇത് പൂർണ്ണമായിട്ട് കേൾക്കുക. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളിയതായി ഞാൻ കേട്ടു. ഖിയാമത്ത് നാളിൽ ആദ്യമായി തീർപ്പ് കൽപ്പിക്കപ്പെട്ടവരിൽ ഒരാൾ ഒരു രക്തസാക്ഷിയാണ്. അവനെ ഹാജരാക്കി അവന് നൽകപ്പെട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയും അവൻ സമ്മതിക്കുകയും ചെയ്യും. അപ്പോൾ അവനോട് ചോദിക്കും, നീ അതിൻ്റെ പേരിൽ എന്തു ചെയ്തു? അവൻ പറയും, നിന്റെ തൃപ്തിക്ക് വേണ്ടി രക്തസാക്ഷിയാകുവോളം ഞാൻ യുദ്ധം ചെയ്തു. അപ്പോൾ അള്ളാഹു പറയും, നീ പറഞ്ഞത് അസത്യം. എന്നാൽ നീ ഒരു ധീരനാണെന്ന് പറയപ്പെടാൻ വേണ്ടി നീ സമരം ചെയ്തു. അത് പറയപ്പെടുകയും ചെയ്തു. പിന്നീട് അയാളെ നരകത്തിലിടാൻ കൽപ്പിക്കപ്പെടുന്നതും മുഖം കുത്തിയവനായി വലിച്ചിഴച്ച് നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യും. മറ്റൊരാൾ ഇൽമ് പഠിക്കുകയും മറ്റുള്ളവർക്ക് പഠിപ്പിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തിരുന്നു. അയാളെ കൊണ്ടുവരപ്പെടും. അയാൾ അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ അയാൾ അത് ഓർക്കും. അയാളോട് ചോദിക്കും, ഇതുകൊണ്ട് നീ എന്ത് പ്രവർത്തിച്ചു? അയാൾ മറുപടി പറയും, ഞാൻ ഇൽമു പഠിക്കുകയും അത് പഠിപ്പിക്കുകയും നിന്റെ തൃപ്തിക്ക് വേണ്ടി ഖുർആൻ ഓതുകയും ചെയ്തു. അപ്പോൾ അള്ളാഹു പറയും, നീ അസത്യം പറഞ്ഞു. എന്നാൽ നീ ഇൽമു പഠിച്ചത് നീ ഒരു ആലിമാണെന്ന് പറയപ്പെടാൻ വേണ്ടിയായിരുന്നു. നീ ഖുർആൻ ഓതിയത് നീ ഒരു കാരി നല്ല പോലെ ഓതുന്നയാളെന്ന് പറയപ്പെടാൻ വേണ്ടിയായിരുന്നു. അത് പറയപ്പെട്ടു കഴിഞ്ഞു. പിന്നീട് അയാളെ നരകത്തിലിടാൻ കൽപ്പിക്കപ്പെടുകയും മുഖം കുത്തിയവനായി വലിച്ചിഴച്ച് നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യുന്നതാണ്. മറ്റൊരാൾ അള്ളാഹു സാമ്പത്തികമായി വിശാലത ചെയ്തു കൊടുക്കുകയും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ധനങ്ങളും അയാൾക്ക് നൽകുകയും ചെയ്തവനാണ്. അയാളെ കൊണ്ടുവന്ന് അയാൾക്ക് ചെയ്യപ്പെട്ടിരുന്ന അനുഗ്രഹങ്ങളെ അറിയിച്ചു കൊടുക്കുകയും അപ്പോൾ അയാൾ അത് അറിഞ്ഞ് സമ്മതിക്കുകയും ചെയ്യും. ഈ അനുഗ്രഹങ്ങളുടെ പേരിൽ നീ എന്തു പ്രവർത്തിച്ചു എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഉത്തരം പറയും, രക്ഷിതാവേ, ചെലവ് ചെയ്യാൻ നീ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു മാർഗത്തെയും അതിൽ നിന്റെ തൃപ്തിക്ക് വേണ്ടി ചെലവ് ചെയ്യാതെ ഞാൻ വിട്ടിട്ടില്ല. അപ്പോൾ അള്ളാഹു പറയും, നീ അസത്യം പറഞ്ഞു. എന്നാൽ ധർമ്മിഷ്ഠനാണെന്ന് പറയപ്പെടാനുള്ള ഉദ്ദേശത്തിലാണ് നീ ഇതെല്ലാം പ്രവർത്തിച്ചത്. അത് പറയപ്പെട്ട് കഴിഞ്ഞു. പിന്നീട് അയാളെ നരകത്തിലിടാൻ കൽപ്പിക്കപ്പെടുന്നതും മുഖം കുത്തിയവനായി വലിച്ചിഴച്ച് നരകത്തിൽ തള്ളപ്പെടുകയും ചെയ്യും. അത് മുസ്ലിം ആണ് റിവായത്ത് ചെയ്തിരിക്കുന്നത്. ബഹുമാനികളെ, നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കപ്പെടുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മനസ്സിലാക്കി തന്ന കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ, ആദ്യമായിട്ട് ഒരു രക്തസാക്ഷി, രണ്ടാമത് ഒരു ആലിം, മൂന്നാമത് ഒരു ധർമ്മിഷ്ഠൻ. ഈ 3 പേരും വലിയ സ്ഥാനമുള്ള ആളുകളാണ്, വലിയ മഹോന്നതയുള്ള ആളുകളാണ്. പക്ഷേ അവർ അമലുകൾ ചെയ്തു, പക്ഷേ അവരുടെ നീയത്ത് മാറിപ്പോയി. എന്താണെന്ന് വെച്ചാൽ, ആളുകളെ കാണിക്കണം എന്നുള്ള ഒരു ഉദ്ദേശം, ലോകമാന്യത കയറിക്കൂടിയതിൻ്റെ പേരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ മുഖക്കുത്തിയവരായിട്ടിട്ട് ശിക്ഷിക്കുന്നതാണ് ബഹുമാനികളെ. അതുകൊണ്ട് നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ധർമ്മം ചെയ്യുന്നവരാണ്, അത് പല പല രീതിയിലുള്ള അമലുകൾ ചെയ്യുന്നവരാണ് നമ്മൾ. അപ്പോൾ നമ്മൾ നമ്മുടെ ആദ്യത്തിലും മധ്യത്തിലും അവസാനത്തിലും നമ്മുടെ നീയത്തിനെ നമ്മൾ പരിശോധിച്ചു കൊണ്ടിരിക്കണം ബഹുമാനികളെ. നമ്മുടെ നീയത്ത് മാറിയിട്ടുണ്ടോ? ആരെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണോ? ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടാണോ? നമ്മൾ എപ്പോഴും നമ്മുടെ നീയത്തിനെ പുതുക്കണം. നമ്മുടെ ഹൃദയത്തിൽ എൻ്റെ അള്ളാഹ് കണ്ടാൽ മതി, അള്ളാഹുവിന് വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മുടെ നീയത്തിനെ പുതുക്കി അമലുകൾ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബഹുമാനികളെ, നമ്മൾ ചെയ്ത കാര്യം നമുക്ക് തന്നെ വിനയായി നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പിടിക്കപ്പെടുന്നതാണ്. ഈ സന്തോഷമായിട്ടാണ് ഈ ഹദീസ് ഇന്ന് നമ്മളിവിടെ പാരായണം ചെയ്തത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.